ബ്യൂട്ടിഫുൾ അല്ലേ? ഇതാണ് ഹോമീസ് പോണ വഴിക്കുള്ള വ്യൂ പോയിന്റ് വരുന്നത്. അല്ല, വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കോത്തഗിരിയിലോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്ന ഒരു മെയിൻ സംഭവമാണ്. കിട്ടില്ലെന്നായിട്ടില്ല ഇത്. പണ്ടേത് ക്രിമിനൽസിനെ പിടിക്കാൻ മദ്രാസ് പോലീസ് പോയപ്പോൾ കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ഇത്. അത് ഭയങ്കരമായിരിക്കും. അങ്ങനെയാണ് ഈ സ്ഥലത്തോട്ടുള്ള ക്യൂരിയോസിറ്റി തോന്നുന്നത് കേട്ടോ. കോത്തഗിരിയിലോട്ട് വ്യൂ പോയിന്റ് കാണാൻ കിട്ടിയ നമ്മുടെ യോഗം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇവിടെ ഒരു വെറുതെ എത്തിയതല്ല. പക്ഷെ റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്ഥലം ഭയങ്കര പിള്ളാണ്. എനിക്കിത് 100% വർക്ക് ചെയ്യുന്നു ഈ സംഭവം. വാട്സ്ആപ്പ് ഹോമീസ്, വാട്സ്ആപ്പ് വെൽക്കം ടു ഉണ്ടമ്പരിയിൽ രണ്ടുണ്ട് കാര്യം. ഹോമീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സുഖം തേടിപ്പോണം അല്ലേ? ഞാനിപ്പോൾ എൻ്റെ സുഖം തേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ട്രാവൽ ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ ട്രാവൽ വീഡിയോസാണ് ഇപ്രാവശ്യം ചെയ്യണത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടല്ലോ, കുറേ നീണ്ടൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഓക്കെ പതുക്കെ നമുക്ക് മുകളിലോട്ട് നോർത്തിലോട്ട് വീണ്ടും കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം യാത്ര ചെയ്യുന്ന വന്നത് കഴിഞ്ഞ പ്രാവശ്യം കന്യാകുമാരിയിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലോട്ട് പോയത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു പതുക്കെ മുകളിലോട്ട് കയറാം. അതായത് കർണാടക, ഗോവ അങ്ങനെ പതുക്കെ മുകളിലോട്ട് കയറാം. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി എത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഊട്ടിയിലോട്ടാണ്. ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര എന്താണെന്ന് അറിയാത്ത സമയത്ത് യാത്ര ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഊട്ടി. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഊട്ടിയിലോട്ട് യാത്ര ചെയ്തത്. അപ്പോൾ ഊട്ടിയിൽ വന്നിട്ട് ഊട്ടി എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വന്നാൽ നമുക്ക് ഊട്ടിയിൽ നിന്ന് ഒരു 10-25 കിലോമീറ്റർ യാത്ര ചെയ്താൽ കോത്തഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടത്തോടുള്ള റൈഡ് ഭയങ്കര രസമാട്ടോ. ഞാനിപ്പോൾ ഓൺ ദ വേ റൈഡിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കാണിച്ചാൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചുറ്റും കണ്ടോ, ഭയങ്കര രസമാണ്. ഭയങ്കര മിസ്റ്റൊക്കെ കയറി തേയിലത്തോട്ടം. കോത്തഗിരി ഭയങ്കര ഒരു ഓഫ് ബീറ്റ് പ്ലേസ് ആണ്. അങ്ങോട്ടുള്ള റൈഡാണ് ഏറ്റവും രസം. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അവിടുത്തെ കുറേ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കോത്തഗിരിയിൽ പോയിട്ട്. അപ്പോൾ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഊട്ടിയിൽ മാത്രമായിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് അവിടെ കുറച്ച് അങ്ങോട്ട് പോവുക. അപ്പോൾ ഞാനിപ്പോൾ പോയിട്ടിരിക്കണമെന്ന് പറയുന്നത് കോത്തഗിരിയിലോട്ടാണ്. അപ്പോൾ നമുക്കിനി കോത്തഗിരിയിലെ കാഴ്ചകൾ മൊത്തം കാണാം അല്ലേ? ചലോ കോത്തഗിരി. മഴ കാരണമുണ്ട് ചെറുതായിട്ടാണ്. വളരെ രസമുള്ള റൈഡ് കേട്ടോ കോത്തഗിരിയിലോട്ട്. Oh man, it's so beautiful. ഞാൻ ഈ കോത്തഗിരി നോക്കിയപ്പോൾ മെയിൻലി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇവിടെ റൈഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അവിടെ പോയി കുറച്ച് വ്യൂ പോയിന്റ്സും കുറച്ച് സ്ഥലങ്ങളും ഉണ്ട് കാണാനായിട്ട്. കുറച്ച് ഫോൾസ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പോൾ മാക്സിമം നിങ്ങളിവിടെ വന്ന് റൈഡ് എൻജോയ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു രക്ഷയില്ലാത്ത റൈഡ് കേട്ടോ. ഇത് ഫുള്ള് ഹെയർപ്പിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഊട്ടിയിലോട്ട് വരാനുള്ള റൈഡ് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എൻജോയബിൾ ആക്കണമെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് രണ്ട് രീതിക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ നമുക്ക് മലപ്പുറം കണ്ണൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് നീലഗിരി, അങ്ങനെ ഗുണ്ടൽപേട്ട്, അങ്ങനെ വന്ന് ഊട്ടി കയറാം. അത് ഭയങ്കര രസമുള്ള റൈഡാണ്. അല്ലാത്ത പക്ഷേ നമ്മൾ വരുന്നത് ശരിക്കും കോയമ്പത്തൂർ വഴിയാണ് വരുന്നത്. നേരെ കോയമ്പത്തൂർ കയറി നേരെ ഇങ്ങോട്ട് വരും. ഏത് വഴി വേണമെങ്കിൽ ചൂസ് ചെയ്യാം. കോയമ്പത്തൂരിനേക്കാൾ കുറച്ചുകൂടി റൈഡ് ഇതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മറ്റേ വഴി വരികയെന്നാണ് ഞാൻ പറയുക. അത് ഭയങ്കര കൂടുതൽ റൈഡാണ്. തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എവിടെ നോക്കിയാലും ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടൊന്നും ആരും അധികം വരുന്നില്ല അതുകൊണ്ട്. കാരണം ഇത് ഇവിടെ നിന്ന് എല്ലാവരും മെയിൻലി ഊട്ടിയിൽ തന്നെയാണ്. അവിടെ ബൊട്ടാനിക്കൽ ഗാർഡൻ, ഊട്ടി ലേക്ക്, റോസ് ഗാർഡൻ, അത് ഇത് അവിടെ ഊട്ടി ചോക്ലേറ്റ് തിന്നോണ്ടിരിക്കും. ശരിക്കും കുറച്ച് ദൂരത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ തരും. ബൈക്കാണ് എക്സലൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കര രസമാട്ടോ റൈഡ് ചെയ്യാനുള്ളത്. ഈ ഹിൽ സ്റ്റേഷനിലോട്ട് ബൈക്ക് റൈഡ് ഒരിക്കലും നിങ്ങൾക്ക് മടുപ്പ് വരില്ല. ഭയങ്കര രസമാണ്. ഇതാണ് അതിൽ തിരക്കില്ല, നല്ല റോഡുമാണ്. എനിക്ക് അവിടെ ഊട്ടിയിലാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഇതിപ്പോൾ ഓഫ് സീസണാണ്, എന്നിട്ടും ഭയങ്കര തിരക്കാണ്. ഹിൽ സ്റ്റേഷനിൽ എവിടെ പോയാലും പിന്നെ താമസിക്കാനും ഭയങ്കര പൈസയാണ്. എന്നാൽ ഇങ്ങോട്ട് പോകാം, കൂർഗിലേക്കും പോകാം. ഈ രണ്ട് സ്ഥലം കവർ ചെയ്യാം. എന്നിട്ട് ഊട്ടിയിൽ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ മൈസൂരിക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. നല്ല കാറ്റാട്ടോ, നല്ല കാറ്റും നല്ല രസമുണ്ട് കാണാൻ. ഓ മിസ്റ്റ് മല പറഞ്ഞില്ല ഹോമീസ്, മൊത്തം തൈല കൃഷിയാണെന്ന് ഇവിടെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ബ്യൂട്ടിഫുൾ. നമുക്കിനി ഈ വഴി നേരെ പോവാം. സമയമുണ്ട്. 25 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഊട്ടിയിൽ നിന്ന് തന്നെ 26 കിലോമീറ്റർ 25 കിലോമീറ്റർ അപ്രോക്സിമേറ്റാണ് ഇങ്ങോട്ട് കോത്തഗിരിയിലോട്ട് വരാൻ. അവിടെ പോയിട്ട് അവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റും കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണാൻ. പോയി നോക്കണമൊക്കെ വന്നൊരു തൈലേറി പൊട്ടിച്ചാലോ? എന്തിനാണ് ഈ തൈലത്തോട്ടത്തിൽ ഓരോരോ മരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നട്ടിട്ടുള്ളത്? വൈ അറിയില്ല. നമുക്കെന്തായാലും എല്ലാ എയർപിന്നും കാര്യങ്ങളാണ്. കൂടുതലേറിയെന്ന് വെച്ച് കുറച്ച് എന്തൂസിയാസം കൂടുതൽ കിട്ടാണ് നിങ്ങൾക്ക്. തിരിച്ചു തന്നെ എപ്പോഴും ഡ്രൈവ് ചെയ്യും. അതെനിക്ക് എപ്പോഴും പറയാനുണ്ട്.
മറ്റുള്ള വന്നിരിക്കുന്നതല്ല, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കൺട്രോളിൽ തന്നെ ഫുൾ ടൈം വണ്ടി ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ദീർഘമായിട്ടുള്ള യാത്രകൾക്ക് അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതിന് എന്ത് ഗിയർ വാങ്ങിച്ചിട്ടിട്ടും എന്തും കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നല്ല ഇറക്കാണല്ലോ. അങ്ങനെയാണ് വഴി. കുറച്ച് വെയിലായി തുടങ്ങി കേട്ടോ. അതാണ് ഫുള്ള് ഹെയർ ബെൻഡുകളാ. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടോ? കൊള്ളാം അല്ലേ? വീട്ടിലോട്ട് ഇപ്പോൾ നല്ല ക്ലിയറായി. വെറുതെ ഓരോ വളവെത്തുമ്പോൾ അതിലെ ഫിറ്റുണ്ട്. ഫോൺ വിളിച്ചോണ്ട് വേണം ചോദിക്കുന്നത്. ആറി അതാ അവൻ്റെ കയ്യിൽ തന്നെ അടിച്ച് ഓടിച്ചൂടെ? ഇത് അറിയാമാവോ? ബ്രിട്ടീഷ് ഇവിടുത്തെ എല്ലാവരും മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കൃഷി തന്നെയായിരിക്കും അല്ലേ? ആണെങ്കിൽ വേറെ ഒന്നും ഇല്ല ഇവിടെ. ഇതേ വന്നിരിക്കുന്നു സിറ്റി പിള്ളേ. അവർ പറയണ്ട ഇവരെ മൈൻഡ് സെറ്റ് അതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനവിടെ ക്യാരറ്റ് കൃഷിയുടെ ഒരു ഇത് കണ്ട് അവിടെ വായും വിളിച്ച് കയറുന്നുണ്ട്. അപ്പോൾ അതേ വന്നിരിക്കും സിറ്റി പിള്ളേ. ക്യാരറ്റ് പാത്ത രസവും പേരി. ഇവിടെ ഒന്നും ക്യാരറ്റ് കൃഷി ചെയ്യണ കണ്ടിട്ടില്ലേ? അങ്ങനെ ആയിരിക്കും മത്സരം പോയിട്ടുണ്ടാവുക. നമ്മൾ ഓടിച്ചോടിച്ച് കോത്തഗിരി എത്തി. കോത്തഗിരി നല്ല ഞാൻ പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ ആയിട്ട് കോത്തഗിരി എത്തിയിട്ട് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് 1-2 സ്ഥലങ്ങൾ കാണാമെന്ന് വെച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തെ കാണാൻ പോകുന്നത് പറഞ്ഞാൽ കോടനാട് വ്യൂ പോയിൻ്റ് ആണ്. കോടനാട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് കോത്തഗിരിയിൽ നിന്ന് തന്നെ ഒരു എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി ഒരു 18 കിലോമീറ്റർ ഉണ്ട് ഈ കോത്തഗിരിയിൽ. കോടനാട് വ്യൂ പോയിന്റിലോട്ട്. അപ്പോൾ ഞാൻ അതിലോട്ടാണ് യാത്ര ചെയ്യുക. കാരണം ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം കൂർണൂറിലോട്ട് എനിക്ക് യാത്ര ചെയ്യാൻ. എന്നിട്ട് വേണം ഊട്ടിയിലോട്ട് തിരിച്ചെത്താൻ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ട്രാവൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വേഗം നമുക്ക് വ്യൂ പോയിന്റിൽ എടുത്താൽ നല്ല മിസ്റ്റ് കാണേണ്ട കാരണം വ്യൂ പോയിന്റ് ക്ലിയർ ആവുമോ എന്ന് എനിക്ക് ഇത്തിരി ഡൗട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് നേരെ വ്യൂ പോയിന്റ് തിരി കാണിച്ചു തരാം. ഈ കോടനാട് വ്യൂ പോയിന്റ് എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഹോമീശ നമ്മുടെ കോത്തഗിരിയിൽ നിന്ന് കോടനാട് വ്യൂ പോയിന്റിലോട്ട് പോകുന്നത് കേട്ടോ. വൻ മിസ്റ്റായി പെട്ടെന്ന് ഒറ്റയ്ക്ക്. എനിക്ക് വ്യൂ പോയിന്റ് ഇനി എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. വ്യൂ പോയിന്റിൽ നിന്നൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് പെട്ടെന്ന് ഡൗട്ടാണ്. കാരണം അത്ര മിസ്റ്റ് കയറിയുണ്ടോ? ഭയങ്കര ഒരു മിസ്റ്റായി പെട്ടെന്ന്. അങ്ങനെ മിസ്റ്റ് കയറിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മലയാളികളാട്ടാ. നോക്കിയൊക്കെ പോയിട്ട് കിട്ടില്ല വ്യൂ പോയിന്റ് ഭയങ്കര മിസ്റ്റേക്ക് കിട്ടണം. ഓ എന്റെ പൊന്നെ, വണ്ടികളൊക്കെ നിർത്താൻ തുടങ്ങി. ഓ ബ്യൂട്ടിഫുൾ അല്ലേ? ഇതാണ് ഹോമീസ് പോണ വഴിക്കുള്ള വ്യൂ പോയിന്റ് വരുന്നത്. അല്ല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കോത്തഗിരിലോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നൊരു മെയിൻ സംഭവം. കിട്ടില്ലെന്നായിട്ടില്ല, ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ. ഓ മിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മിസ്റ്റിൻ്റെ കളി. ഇനി മുന്നോട്ട് പോകാണ്ട് നോക്കുവാണെങ്കിൽ 9 മിനിറ്റിൻ്റെ ട്രിപ്പ് യാത്രയും കൂടി ഉണ്ട് അങ്ങോട്ട്. ഭംഗിയുള്ള പൂക്കൾ അല്ലേ ഹോമീസ അല്ലേ? നല്ല രസമായിട്ടാണ് ഇങ്ങോട്ടുള്ള റൈഡ്. ഞാൻ പറയാം, നിങ്ങൾ മിസ് ചെയ്യരുത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇങ്ങോട്ടുള്ള റൈഡ്. അയ്യോ നല്ല രസമായിട്ടൊക്കെ നിർത്തിയിട്ട് കാണാൻ വളരെ ഭംഗിയുണ്ട്. തേയിലത്തോട്ടത്തിന് ചുറ്റും ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടത് ഭയങ്കര മിസ്റ്റാണ്. 4 കിലോമീറ്ററാണ് മുകളിലോട്ട് വ്യൂ പോയിന്റ് കാണിക്കുന്നത്.
അത്യാവശ്യം റൈഡാട്ടോ. ഭയങ്കര കാറ്റാട്ടോ, ഭയങ്കര രക്ഷയില്ലാത്ത കാറ്റാ. ഒരു ചുറ്റുവാണെങ്കിൽ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ, റോഡിന്റെ നടുവിൽ വെച്ചാൽ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരാണ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വിടുക. എന്താ വ്യൂ പോയിന്റ് ഹോസ്പിറ്റൽ. ഓ എന്റെ പൊന്നേ, ഇതാകെ മിസ്റ്റേക്കില്ല ഭയങ്കരമായിട്ട്. എനിക്ക് വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന തോന്നില്ല കേട്ടപ്പോൾ, ഭയങ്കര മിസ്റ്റേക്ക് പോയി. ഓ ഭയങ്കര കാറ്റും. ഓ പുതിയ പോയിന്റ് വെറുതെ സിമ്പിൾ ബ്ലാങ്ക് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഊട്ടിയിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക, ഫസ്റ്റ് കോടനാട് വ്യൂ പോയിന്റിലോട്ട് തന്നെ എത്തണം. നല്ല രസമുള്ളൊരു ഡ്രൈവാണ്. പോയിന്റ് നിങ്ങൾക്ക് കാണാൻ കിട്ടിയാൽ നിങ്ങളുടെ യോഗം, അല്ലാത്ത പക്ഷം ഒന്നുമില്ല. വ്യൂ പോയിന്റ് കാണാൻ കിട്ടിയാൽ നമ്മുടെ യോഗം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇവിടെ ഒരു വെറുതെ എത്തിയതല്ല. പക്ഷെ റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്ഥലം ഭയങ്കര പിള്ളാണ്. എനിക്കിത് 100% ഉറപ്പായിരുന്നു ഈ സംഭവം. കൂട്ടിൽ വെച്ചിട്ടുള്ള ഡ്രൈവാണ് ഏറ്റവും രസം കാണാൻ. ഓ എൻ്റെ പിള്ളേരെ കണ്ടോ, ഇതാണ് ശരിക്കും. ഇതൊരു വ്യൂ. ഓ ഇതാണ് ആ വ്യൂ പോയിന്റ് വരുന്നത് ശരിക്കും പറയാന്ന് വെച്ചാൽ. കൊള്ളാം. ഓ നോ ബ്യൂട്ടി. ഓ ഈ റൈഡ് കിട്ടില്ലനായിരുന്നു ഹോമീസ്. ഇറ്റ് വാസ് പ്രെട്ടി ഡോപ്പ്. ഞാൻ ആ മിസ്റ്റ് കാരണം അത് കാണാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചോട്ടെ ശരിക്കും. പക്ഷെ എനിക്കൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇവിടുന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പിക്ക് എടുത്തില്ലെങ്കിൽ എനിക്കത് പോകും. ഓ ശരിക്കും ആ വ്യൂ നമുക്ക് കിട്ടും അങ്ങനെ. അങ്ങനെ ഹോമീസ് നമ്മളിത് സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. 30 രൂപയാട്ടെ ഈ വ്യൂ പോയിന്റിലോട്ട് വന്ന കോടനാട് വ്യൂ പോയിന്റ്. കോത്തഗിരിയിൽ വന്നത് കാണുന്ന ഇവിടുത്തെ ഡ്രൈവ് ആട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. എന്തായാലും അത് കൊള്ളായിരുന്നു. ഓ ഭയങ്കര മിസ്റ്റോ. ഓ മോർ ദാൻ എനിക്ക് കണ്ട മിസ്റ്റായിരുന്നു കാണാൻ. എനിക്ക് ആ മറ്റേ സ്ഥലം തന്നെ നേരത്തെ വന്ന ഏരിയ ആട്ടോ പിന്നെയും കാണാൻ കുറച്ചും കൂടി മൂടുണ്ടായിരുന്നേ. ഇതിപ്പോൾ നമ്മളിവിടെ കയറിപ്പെട്ടിരിക്കുന്ന വ്യൂ പോയിന്റിലോട്ടോ. എൻ്റെ അപ്പം ഇത് മിസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ജാതി രസമായിട്ട് അവിടെ കാണാൻ. ഞങ്ങളോട് പറഞ്ഞില്ലേ മിസ്റ്റ് വന്ന കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷെ വെർത്തായിട്ട് ഇങ്ങനത്തെ ഇങ്ങോട്ടുള്ള ഡ്രൈവ് ഭയങ്കര കാറ്റും വെർത്താണ് ഇങ്ങോട്ടുള്ള ഡ്രൈവ് വരുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഈ മിസ്റ്റ് മാറുമായിരിക്കും. മഴയും പെയ്യുന്നുണ്ട്. ഓ ഭയങ്കര ഫ്രീക്കിങ് മഴയായി ഇപ്പോൾ. ശരിക്കും ഈ മിസ്റ്റ് ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റും. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അവിടെ നിന്ന് കണ്ടത്. അതാണ് ഇതിൻ്റെ കിടിലം വ്യൂ പോയിന്റ് വരുന്നത്. ഇഷ്ടപ്പെട്ടു, ഈ ഡ്രൈവ് ഇഷ്ടപ്പെട്ടു. ഊട്ടിയിലേക്ക് വരണേക്കാൾ ബെറ്റർ നിങ്ങൾ ഓഫ് ബീച്ച് സ്റ്റേഷനിൽ ഇങ്ങോട്ട് വരിക, കോത്തഗിരിയിലോട്ട്. കാറ്റാണ് മക്കളെ,
കാറ്റ് നല്ല രസമുണ്ട്. ഫുള്ളി ഓൾമോസ്റ്റ് ലൈക്ക് വട്ടവട മൂന്നാർ ആ മൂഡ് തന്നെയാണ്. പക്ഷേ ഊട്ടി വന്ന് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യുക. അവിടെ ഒരു ഫോൾസും ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊരു ചെറിയൊരു ഫോളും കാണാനുണ്ട് എനിക്ക്. നേരത്തെ കണ്ട റോക്കി കയറാൻ പറ്റുമോ? ദിസ് ഈസ് എ റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയ. എന്തായാലും കൊള്ളാം. ഇപ്പം വ്യൂ ഒന്നും കാണാനില്ല. നേരത്തെ കണ്ട വ്യൂ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തോടെ കണ്ടില്ലേ, ആ വ്യൂ അതാണ് ശരിക്കും. ഞാൻ എന്തായാലും തിരിച്ചിരും. ഹോമിഷ, ഞാൻ നേരത്തെ ഒരു 5 മിനിറ്റ് മുന്നേ വന്നൊരു ഫോട്ടോ എടുത്ത് പോയ സ്ഥലമാട്ടോ. അവിടെ നേരത്തെ എനിക്ക് വിഷ്വല് ക്ലിയർ ആയിരുന്നു. ഇപ്പം മഴയുമായി മിസ്റ്റുമായി ഒന്നും വ്യൂ പോയിന്റ് അല്ല. ഇനി ഞാനിവിടെ നിന്ന് നീങ്ങുവാണ്. എനിക്കിന്ന് കൂർണൂർ എത്തണം. അതിനൊക്കെ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൂർണൂർ എത്തണം. അപ്പോൾ അതിനൊക്കെ മുന്നേ കാതറിൻ ഫോൾസ് എന്ന് പറഞ്ഞൊരു ഫോൾസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് അതിലോട്ട് കാണാൻ പോകട്ടോ. പക്ഷേ ഇങ്ങോട്ടുള്ള റൈഡ് എക്സെപ്ഷണലായിരുന്നു. നിങ്ങളൊരിക്കലും മിസ് ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയും. എക്സെപ്ഷണൽ റൈഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് റൈഡ് ചെയ്യുക. നല്ല രസമായിരുന്നു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം, കാതറിൻ ഫോൾസിലോട്ട് കേട്ടോ.